മോട്ടോർ ബൈക്കിനെ പോലെ ശബ്ദമുണ്ടാക്കി പോകുന്ന ഡ്രോൺ യുദ്ധം തുടങ്ങിയ ശേഷം ഗൾഫ് മേഖലയിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി ഈ ഗൾഫ് മേഖലയിൽ ഒരു ഡ്രോൺ കൂടി വരികയാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോണിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോൺ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ശബ്ദമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡാണ്. 200 കിലോമീറ്റർ താഴെ മാത്രമാണ് അതിൻ്റെ സ്പീഡ്. അതുകൊണ്ട് കൂടിയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് മിസൈലുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. $30,000 മുതൽ $50,000 വരെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഈ വില കുറഞ്ഞ ഈ ഡ്രോൺ എന്ന് പറയുന്നത് ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നേരിടുന്നതിന് വേണ്ടിയാണ് പുതിയ ഡ്രോൺ വരുന്നത്. യുക്രൈനാണ് അങ്ങനെ ഒരു സിസ്റ്റം ഗൾഫ് മേഖലയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. യുക്രൈൻ അത് കൊണ്ടുവരുന്നതിന് കാരണമുണ്ട്. ഈ ഡ്രോൺ ഇപ്പോൾ ഷാഹിദ് ഡ്രോൺ എന്ന് പറയുന്ന ഇറാൻ്റെ ഈ ഡ്രോൺ വ്യാപകമായി ആദ്യമായി ഉപയോഗിച്ചത് റഷ്യ ഉക്രൈൻ വാറിലാണ്. ഇറാനിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകൾ റഷ്യ വ്യാപകമായി കൊണ്ട് യുക്രൈനിലേക്ക് അയച്ചു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും യുക്രൈന് കൊടുത്ത അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിനെ ക്ഷീണിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതാണ് ഈ ഷാഹിദ് ഡ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഡ്രോണിനെതിരെ ഒരു സംവിധാനത്തെക്കുറിച്ച് യുക്രൈൻ ആലോചിക്കുന്നത്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ള ചിന്തയുടെ പുറത്താണ് അവർ അതിനെതിരെ ഈ ഡ്രോണിനെതിരെ മറ്റൊരു ഡ്രോൺ ഉണ്ടാക്കിയത്. ആ സിസ്റ്റമാണ് ഗൾഫ് മേഖലയിൽ വരാൻ പോകുന്നത്. ഡ്രോണിനെ അടിച്ചിടാൻ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് താഡും പാട്രിയറ്റ് പാക്ട്രിയുമാണ്. ഇത് എത്രമാത്രം ചെലവേറിയതാണെന്ന് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടാവും. $1.5 കോടിയോളം താഡ് സിസ്റ്റം ഉപയോഗിച്ചാൽ ചിലവാകുന്നത്. പാട്രിയറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 30 മുതൽ 50 ലക്ഷം വരെയാണ് ചിലവ് വരുന്നത്. എന്നാൽ യുക്രൈൻ നിർമ്മിക്കുന്ന ഡ്രോൺ $2,500 മുതൽ ലഭ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാഹിദ് ഡ്രോണിനെ പോലെ തന്നെ എവിടെ നിന്നും ഇത് അയക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ബോട്ടിൽ നിന്ന് അയക്കാൻ പറ്റുമെന്നതിനാൽ കടലിൻ്റെ മുകളിൽ വെച്ച് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. ഷാഹിദ് ഡ്രോണിനേക്കാൾ ഇരട്ടി സ്പീഡിൽ ഇതിന് പറക്കാൻ പറ്റും. എന്നാൽ വിദഗ്ധ പരിശീലനം കിട്ടിയവർക്ക് മാത്രമേ ഡ്രോണിനെ സുരക്ഷിതമായി ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് വരുന്ന ലൈവ് ദൃശ്യങ്ങൾ നോക്കിയാണ് ഷാഹിദ് ഡ്രോണിനെ പരിശീലനം ലഭിച്ചയാൾ ടാർഗറ്റ് ചെയ്യുക. ഷാഹിദ് ഡ്രോണിനേക്കാൾ ഇരട്ടി വേഗത്തിൽ പറക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രോണിന് അടുത്തെത്താനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ഇതിന് പറ്റും. ഗൾഫ് മേഖലയിലെ കാലാവസ്ഥയിലെ വ്യത്യാസം മാത്രമായിരിക്കും നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഡ്രോണിന് പുറമെ പരിശീലനം ലഭിച്ചവരുടെ സേവനം കൂടി യുക്രൈനിൽ നിന്ന് ലഭ്യമാക്കാനാണ് സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഡ്രോൺ നിർമ്മിക്കാനുള്ള പ്ലാന്റ് തുടങ്ങാനും കരാറിൽ ഏർപ്പെട്ടതായി യുക്രൈൻ അറിയിച്ചിട്ടുണ്ട്. യുദ്ധം കൊണ്ട് തളർന്ന യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തുള്ള ഒരു വാതിലാണിത്. നിലവിലുള്ള ഡ്രോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചും ടെക്നോളജി കൈമാറിയും യുക്രൈന് വരുമാനമുണ്ടാക്കാനാകും. 10 വർഷത്തെ കരാറാണ് ഗൾഫ് രാജ്യങ്ങളുമായി യുക്രൈൻ ഒപ്പുവെച്ചിട്ടുള്ളത്. ഒരു മാസത്തിനിടെ 3000-ഓളം ഡ്രോണുകളാണ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ അയച്ചത്. യുക്രൈനിൽ നിന്നുള്ള ഡ്രോണുകൾ കിട്ടിത്തുടങ്ങിയാൽ വലിയ ചെലവില്ലാതെ ഇതിനെ നേരിടാൻ പറ്റുമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ കണക്കുകൂട്ടൽ. അതേസമയം യുക്രൈൻ്റെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം മനസ്സിലാക്കി ഷാഹിദ് ഡ്രോണിനെ റഷ്യ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഷാഹിദിനേക്കാൾ വേഗതയുള്ള ഡ്രോണുകളാണിത്. അടിച്ചിടുന്നത് മറികടക്കാൻ കഴിയുന്ന അഡ്വാൻസ് നാവിഗേഷനും ആൻറ്റി ജാമിംഗ് സംവിധാനങ്ങളുമുള്ളതാണ് അപ്ഗ്രേഡ് ചെയ്ത ഡ്രോണുകൾ. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത ഡ്രോണുകൾ റഷ്യ ഇറാന് കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ യുക്രൈൻ്റെ സംവിധാനത്തിന് പറ്റുമോ എന്നത് കണ്ടറിയേണ്ടി വരും.